Good morning to all. Good morning. Good morning, Miss. Okay. Good Have you morning. had breakfast, Alicia? Have you had your breakfast? Aisha, എന്താണ് കേൾക്കുന്നുണ്ടോ? I am audible. Yes, ma'am. Yes, Miss. എന്താണ് ആക്റ്റീവ് ആണോ എല്ലാവരും? ആക്റ്റീവ് ആണോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഞാൻ ആരോടാ ചോദിക്കുന്നേ അല്ലേ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലെ, വേർബ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ പറഞ്ഞു പ്രിപ്പോസിഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാ റൈറ്റ്. സുഖമാണ് മിസ്സേ. എന്തോ ക്ലിയർ അല്ല, എന്നോടാണോ സംസാരിച്ചത്? ഓക്കെ. അപ്പോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയാലോ? യാ. മിസ്സേ, മിസ്സേ അന്ന് പ്രപ്പോസിഷന് ഇന്നും ഓണും അറ്റും പിന്നെ സിൻസ് ഡ്യൂറിങ് പിന്നെ ഫോർ ബിസൈഡ് ബിസൈഡ്സ് എമങ്ങും ബിറ്റ്വീൻ ബൈ അത്രേ പഠിപ്പിച്ചുള്ളൂ. 11 പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത്ര എടുത്തോളൂ കേട്ടോ. നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ആൻസർ പറയാം കേട്ടോ. എഴുതിക്കോളൂ. ദ ബുക്ക് ഈസ് ഡാഷ് ദ ഷെൽഫ്. ദ ബുക്ക് ഈസ് ഡാഷ് ദ ഷെൽഫ്. The key is dash the drawer. They sat dash the table. We met dash the cafe. She sat dash the chair. They live dash France. My office is dash library and bank. It's been raining dash morning.
She lived in London dash 4 years. I met my friend dash the film. I will meet you dash 5 p.m. He usually travels to Mumbai dash train. My parents have married dash 24 years. She spends the entire afternoon dash the phone. She comes dash France. This gift is dash you. I have lived here dash 2017. He walked dash the room. He can speak English dash Malayalam. He usually goes to bed dash midnight. He put the keys dash his pocket. The kids
The kids are playing dash the playground. She's very good dash playing the piano. He was born in 2000. The story is written dash my mother. She sang a song dash her parents. She is dash the kitchen. Okay, കഴിഞ്ഞോ? Okay, ഇത്രയും മതി. ആൻസർ ചെയ്യാം നമുക്ക്. The students stayed quiet dash the exam. They are sitting dash the two walls.
She's watching videos dash YouTube. Okay, കഴിഞ്ഞോ? എഴുതി കഴിയുമ്പോ പറയൂ കേട്ടോ. എഴുതി കഴിഞ്ഞോ? എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാത്തെ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? കഴിഞ്ഞു? എഴുതിക്കൊണ്ടിരിക്കുകയാണോ? എന്താണെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, കഴിഞ്ഞു. ആൻസർ ചെയ്യാം നമുക്ക്. Okay, the first one. The book is dash the shelf. In the shelf. The book is dash. Text ചെയ്തോട്ടോ, ആൻസർ ടെക്സ്റ്റ് ചെയ്യണേ. The book is dash. In പറയുന്നുണ്ട്, on പറയുന്നുണ്ട്. In the shelf, on the shelf. രണ്ടും ആണെങ്കിലും മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. ഷെൽഫിന് മുകളിൽ നിന്നും പറയാം, ഷെൽഫിന് ഉള്ളിൽ നിന്നും പറയാം. അപ്പൊ ഇൻ ഓൺ രണ്ടും യൂസ് ചെയ്തതുകൊണ്ട് വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല. രണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. The key is dash the drawer. Key in the drawer. Okay. Yeah. ആരെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ വായിക്കാമോ? ക്വസ്റ്റ്യൻ വായിക്കുക, നിങ്ങൾ ആൻസർ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, വായിക്കൂ. ക്വസ്റ്റ്യൻ വായിക്കൂ ആരെങ്കിലും. വായിക്കട്ടെ മിസ്സേ. They sat down. They sat. രേണു റേഞ്ച് പോയെന്ന് തോന്നുന്നു. They sat
dash the table. They sat dash the table. ടേബിളിൽ മുകളിൽ കയറി ആരെങ്കിലും ഇരിക്കുവോ? നിങ്ങൾ ഇരിക്കൂ? ഇരിക്കാൻ പറ്റില്ലെന്നല്ല, പക്ഷെ നോർമലി നമ്മൾ ടേബിളിന് മുകളിൽ കയറിയിരിക്കുവോ? എന്തായിരിക്കും വരാം? ഏതൊക്കെ പ്രപ്പോസിഷൻ കൂടെ ആഡ് ചെയ്യാൻ പറ്റും? Beside പറയാം, then at പറയാം. At the table, beside the table, near the table. ടേബിളിന് അടുത്തിരുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? ചില പിള്ളേര് കയറി ഇരിക്കൂലേ? പിള്ളേര് മാത്രമല്ല, നമുക്കും കയറി ഇരിക്കാം, നമുക്ക് തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും നോർമലി നമ്മള് ടേബിൾ എന്ന് പറയുമ്പോ അടുത്തല്ല ഉദ്ദേശിക്കുക അല്ലെ? അവിടുന്ന് നമ്മളോട് മിസ്റ്റേക്ക് ഒന്നും ഇല്ല, ഇപ്പൊ നമ്മളെല്ലാം കയറിയിരിക്കും. അതുകൊണ്ട് പക്ഷെ നോർമലി നമ്മള് അരികെ അല്ലെങ്കിൽ അടുത്ത് എന്നൊക്കെയാ പറയും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ബിസൈഡ് കൂടാതെ. ബിസൈഡ് അല്ല കൂടാതെ, ബിസൈഡ്സ് ആണ്. ബിസൈഡ് അടുത്ത് എന്നൊരു മീനിങ് വരും കേട്ടോ. ബിസൈഡ് അടുത്ത്, ബിസൈഡ്സ് ആണ് കൂടാതെ. ഓക്കെ, മാറിപ്പോകരുത്, രണ്ടും മാറിപ്പോകരുതിട്ട് അത് നോക്കി വെക്കാം. അതായത് ബിസൈഡ് അടുത്ത്, അരികെ, നിയർ എന്നൊരു മീനിങ്ങോ, ബിസൈഡ്സ് കൂടാതെ എന്നൊരു മീനിങ്ങോ ആണ് വരാ. ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സ്പെല്ലിംഗ് നമുക്ക് നോട്ടിൽ കാണുന്നത് സെയിം ആണ്, പ്രൊണൗൺസിയേഷൻ സെയിം ആണെങ്കിലും മീനിങ് രണ്ടും ഡിഫറെന്റ് ആണ്. സോ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നത്? വായിക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കും, ഞാൻ വായിക്കില്ല, നിങ്ങൾ വായിക്കൂ. വായിക്കട്ടെ മിസ്സേ? വായിച്ചോ. വായിക്കൂ. ആരും വായിക്കുന്നില്ല? ഓക്കെ. We We met met at dash the cafe. We met dash the cafe. Answer. Yeah, we met at the cafe. Okay, correct. Any animal? Thank you. she sat dash the chair. Answer പറയൂ. ഓണന്നല്ലേ? ഇവിടെ ഓൺ പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല കേട്ടോ. ടേബിൾ ഓൺ പറയാമെങ്കിൽ ചെയറിൽ ഓൺ പറയാം അല്ലെ? ചെയറിൽ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഓൺ ആയിരിക്കും. ഓണാണ് കേട്ടോ. She sat on the chair. Okay, next Maria. They live dash France. Answer. They live dash France. They live in France. Okay. Next, Shamsina. My office is dash library and bank. Between ആണ് മിസ്സേ. Between. Yeah, correct. Between and between the library and bank. Okay. And the next one. ഞാനാ വായിക്കുന്നേ? മിസ്സേ, ഇവിടെ ബിസൈഡും വരൂല്ലേ? അരികെ എന്നുള്ള ഒരു ബാങ്കിന്റെയും ഓഫീസിന്റെയും ബാങ്കിന്റെ ലൈബ്രറിന്റെ അടുത്തായിട്ട് വരൂല്ലേ? അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറയാനായിട്ട് ബുദ്ധിമുട്ടല്ലേ? കാരണം ബാങ്കിന്റെയും ലൈബ്രറി അടുത്ത് എന്ന് പറയുന്നതിന് ഏറ്റവും ബെറ്റർ രണ്ടും കൂടെ വന്നത് കൊണ്ട് അതിനെ രണ്ടിനും അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ച് ബെറ്റർ കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണാണെങ്കിൽ നമുക്ക് വളരെ നിയർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? ഹന്ന.
It's been raining dash morning since the morning. Yeah, it's been raining Since morning. since morning. രാവിലെ മുതൽ മഴയാണ് അല്ലേ? It's been raining since morning. Yeah, correct. And the next one, Renu. Renu. റേഞ്ച് കട്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കേൾക്കാവോ ഇപ്പൊ പറയുന്നേ? കേൾക്കാം, പറയൂ. She lived in London dash 4 years. Yeah, she lived in London for. So ഞാൻ ആൻസർ പറഞ്ഞു. പറയൂ, ആൻസർ എന്താണ്? She lived in London for 4 years. 4 വർഷമായിട്ട് അവര് ലണ്ടനിലാണ് അല്ലെ? 4 ആണ് കേട്ടോ വരാ. For 4 years. Okay, and the next one. റംസീന, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. ഞാൻ ക്ലാസ്സിൽ കയറാൻ വൈകി. ഇതാണ് കിട്ടില്ല. ഞാനിപ്പോ ക്ലാസ്സിൽ കയറാൻ വൈകിന്ന്. ക്ലാസ്സിൽ കയറാൻ വൈകി. വെരി ഗുഡ്. Okay. Next question. I met my friend dash the film. I met my friend dash the film. എന്താണ് ആ സിനിമ അല്ലെ? സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടു എന്നാ പറയുന്നത്. അപ്പോ during the film. I met my friend during the film. Okay. Then I will meet you dash 5 p.m. I will meet you dash 5 p.m. Yeah, correct. At 5 p.m. എല്ലാവർക്കും അറിയാം അല്ലേ? Then he usually travels to Mumbai dash train. He usually travels to Mumbai dash train. He usually travels to Mumbai dash train. Yeah, by ആണ് ട്ടോ. Correct answer by ആണ്. ട്രെയിൻ കണ്ടു എന്ന് പറഞ്ഞ് ഓൺ നമ്മൾ ആഡ് ചെയ്യേണ്ട. രാജ് വെഹിക്കിൾ ആണ്, ഹോൺ ആണല്ലോ എന്ന് വിചാരിക്കേണ്ട. എന്ത് ത്രൂ ആണ് ട്രാവൽ ചെയ്തത് അല്ലെ? അപ്പൊ എന്ത് ത്രൂ ആണ് ട്രാവൽ ചെയ്തെന്ന് പറയുമ്പോൾ ത്രൂ അല്ലെ? അപ്പൊ ബൈ ആണ് അവിടെ പറയേണ്ടത് കേട്ടോ. ബൈ ട്രെയിൻ. He usually travels to Mumbai by train. And next, my parents have been married dash 24 years ആണ്. Years ആണ്. My parents have been married dash 24 years. years dash 24 years. 24 years എന്ന് പറയുമ്പോൾ ഒരു എന്താണ്? ഒരു പീരീഡ് ആണ് അല്ലെ? സോ ഇവിടെ യൂസ് ചെയ്യേണ്ടത് 4 ആണ്. My parents have been married for 24 years. Okay. Then she spent entire afternoon dash the phone. She spent the entire afternoon dash the phone. Yeah, ഇന്നാണോ ഓൺ ആണോ എന്ന് സംശയമാണ് അല്ലെ? ഓക്കെ, ഇത് ഓൺ ആണ് കേട്ടോ. മീഡിയാസ് വരുമ്പോ എന്താണ്?
ഓൺ അല്ലേ വരാ? അപ്പൊ ഓൺ ആണേ. She spent the entire afternoon on the phone. She comes dash France. She comes dash France. She comes from France. From one, correct. This gift is dash you. This gift is dash you. This gift is for you. Yeah, correct. I have lived here dash 2017. I have lived here dash 2017. Since 2017. Yeah, correct. മിസ്സേ എന്തോ ഫോറും എങ്ങനെയാ മാറി വരുന്നേ? സിൻസും ഫോറും അല്ലേ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ലാസ്റ്റ് പറയാം. Then the next question, he walked dash the room. He walked dash the room. റൂമിലേക്ക് നടന്നു, റൂമിലേക്ക്. ഓ റൂമിലേക്ക് നടന്നു എന്നൊക്കെ പറയുമ്പോ അതിലേക്ക് വെള്ളത്തിലേക്ക് കൈമുക്കി. അപ്പൊ ലേക്ക് എന്ന് പറയുമ്പോ ഇൻറ്റു ആണ് കേട്ടോ. ഇൻറ്റു ഒരു ഏണും ഇന്നും ടൂവും സെപ്പറേറ്റ് ഒരു ചെയ്ത് ഒരുമിച്ചാണ്. ഇൻറ്റു ആണ് കേട്ടോ. ഇന്ന് വേറെ ടു വേറെ. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള പ്രപ്പോസിഷന് വേറെ. മാറിപ്പോയത് ഇൻറ്റു. ഇൻറ്റു ഒരുമിച്ചാണ് എഴുതണ്ടേ? എന്തോ ഇൻറ്റു ഒരുമിച്ചല്ലേ? ഓക്കെ ഇൻറ്റു ഒരുമിച്ചാണ്. ഞാൻ നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് എഴുതണം. ഓക്കെ, ഇത് മൂന്ന് പ്രപ്പോസിഷൻ ആണ്. ഇന്ന് വേറെ, ടു വേറെ, ഇൻറ്റു വേറെ. ഓക്കെ, he jumped into the river. അവൻ റിവറിലേക്ക് ചാടി. He jumped into the river. ഓക്കെ, അപ്പൊ റിവറിലേക്ക് ചാടി, പുഴയിലേക്ക് ചാടി എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ് കേട്ടോ. Then next question ഏതാണ്? He can speak English dash മലയാളം. He can speak English dash മലയാളം. Yeah, correct. Besides ആണ് വരാം. Okay, he can speak English besides മലയാളം. മലയാളം കൂടാതെ അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെയാണ് ബിസൈഡ്സ് വരാം. കൂടാതെ, മലയാളം കൂടാതെ അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. Then he usually goes to bed dash midnight. He usually goes to bed dash midnight. Night, midnight ഒക്കെ വരുമ്പോ എന്താ യൂസ് ചെയ്യണ്ടേ? Preposition at ആണ് കേട്ടോ. He usually goes to bed at midnight. Next one, he put the keys dash his pocket. He put the keys dash his pocket. Yeah, simple. In his pocket. Correct. The kids are playing dash the playground. The kids are playing dash the playground. ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ഇന്നാണ് കേട്ടോ. പ്ലേ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, ക്ലിയർ? ഇന്നാണ് കേട്ടോ. ഓണ് പറഞ്ഞതുകൊണ്ട് മിസ്റ്റേക്ക് കിട്ടുന്ന വെച്ചാൽ അതിന് മുകളിൽ കളിച്ചു എന്നൊരു മീനിങ് വരും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവര് പ്ലേ ഗ്രൗണ്ടില് കളിക്കുകയാണ്, പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇന്നാണ് കേട്ടോ.
Then next, she is very good dash playing the piano. She is very good dash playing the piano. ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റില് അല്ലെ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതാണ്. അവള് പിയാനോ വായിക്കാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, നല്ലതാണെന്ന് പറയുന്നത് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതാണ് അല്ലെ. ഒരു സാധനത്തിന് ഒരു കാര്യത്തിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഏതായിരിക്കണം? അറ്റ് ആണ് കേട്ടോ. ഷീസ് ലുക്ക്ഡ് അറ്റ് മീ, അവൾ എന്നെ നോക്കി. അതുപോലെ ഷീസ് പ്ലേയിങ്, ഷീസ് വെരി ഗുഡ് അറ്റ് പ്ലേയിങ് ദ പിയാനോ. പിയാനോ വായിക്കാൻ അവൾ ഭയങ്കര നന്നായിട്ട് അവര് വായിക്കും. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഒരു ഇതില് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അറ്റ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഹി വാസ് ബോൺ ഡാഷ് 2000. He was born dash 2000. ഇയർ വരുമ്പോ എന്താ യൂസ് ചെയ്യണ്ടേ? ഏത് പ്രിപ്പോസിഷൻ ആണ്? ഇയർ ആണെങ്കിൽ മിസ് ഇന്നല്ലേ യൂസ് ചെയ്യുന്നത്? ഇന്നാണ്. He was born in 2000. Okay, ഇന്നാണ് ട്ടോ. Next, the story is written dash my mother. The story is written dash my mother. The story is written dash my mother by my mother. By ആണ്. Correct ആണ് ട്ടോ, by ആണ്. Next, she sang a song dash her parents. She sang a song dash her parents. Yeah, for her parents. She is dash the kitchen. She is dash the kitchen. അവൾ കിച്ചണിൽ ആണ് അല്ലെ, അവൾ കിച്ചണിലാണ്. She is dash in the kitchen. She is in the kitchen. കിച്ചണിലാണ്, in the kitchen. Next, the students stayed quiet dash the exam. The students stayed quiet dash the exam. എക്സാമിന്റെ സമയത്ത് സ്റ്റുഡൻസ് ക്വയറ്റ് ആയിട്ട് നിന്നു എന്നാ പറയുന്നത് അല്ലെ. The students stayed quiet dash the exam. എക്സാമിന്റെ സമയത്ത് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ആണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ വി ക്യാൻ യൂസ് ദ പ്രപ്പോസിഷൻ during. Okay, the students stayed quiet during the exam. The next one, they are sitting dash the two walls. They are sitting dash the two walls. ഒരു രണ്ട് വസ്തുക്കളും അല്ലെങ്കിൽ രണ്ട് പേഴ്സണോ അത് രണ്ട് കാര്യങ്ങളോട് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ബിസൈഡ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിൽ രണ്ടും ഉണ്ടെങ്കിൽ അതിൽ നടുക്ക് അല്ലെങ്കിൽ ഇടയിൽ എന്ന് പറയാം. എന്താണ് പറയാ? ഷിസ് between, they are sitting between two walls. Between ആണ്. Okay. Then next one, the last one, she is watching videos dash YouTube. She is watching videos dash YouTube. YouTube is also a media. Yeah. Oh, correct. Media is very on ആണ്. She is watching videos on YouTube. Okay. അപ്പൊ എങ്ങനെയുണ്ട്? ക്ലിയർ ആണ്? പ്രപ്പോസിഷൻ ഓക്കെ ആണോ? അല്ല, ഓക്കെ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? റെസ്പോൺസ്
ഓക്കെ, അതില് സിൻസ് ഫോറും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഉണ്ടോ? സിൻസ് ആൻഡ് ഫോർ. സിൻസ് ഫോറും സിൻസും ഫോറും ഒന്ന് പറഞ്ഞത്. സിൻസും ഫോറും നമുക്ക് മീനിങ് നോക്കുമ്പോ മുതൽ, സിൻസിന്റെ മീനിങ് മുതലാണ്. അപ്പൊ മുതൽ എന്ന് പറയുമ്പോൾ നമ്മള് ഏതെങ്കിലും ഒരു ഡേറ്റോ അല്ലെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഏതെങ്കിലും ഒരു മാസം അവിടെ മെൻഷൻ ചെയ്യും. അതായത് ജനുവരി മുതൽ, അല്ലെങ്കിൽ ഇയർ ആണെങ്കിൽ 2000 മുതൽ, 7 മണി മുതൽ, മൺഡേ മുതൽ, അല്ലെങ്കിൽ ഇത്ര വയസ്സാണെങ്കിൽ 11 വയസ്സ് മുതൽ എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഒരു എക്സാക്ട് ഡേറ്റോ ഇയറോ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സിൻസ് യൂസ് ചെയ്യാം. അത് മാത്രമല്ല സെന്റൻസിന്റെ മീനിങ് കൂടെ നോക്കണം. അല്ലാതെ എല്ലാ ഇയർ കാണുന്നവർക്ക് നമുക്ക് സിൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഐ വാസ് ബോൺ ഇൻ 2000 ആണ്, അവിടെ ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഡാഷ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഞാൻ രാവിലെ മുതൽ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറയണം. ഓക്കെ, സിൻസിന്റെ ഫോറിനെ കുറച്ചുകൂടി ക്ലിയർ ആകണമെങ്കിൽ നമ്മൾ ടെൻസ് പഠിക്കണം. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലൊക്കെയാണ് മോസ്റ്റ്ലി ഈ പറയുന്ന സിൻസ് ഫോർ യൂസ് ചെയ്യാറ്. സോ ടെൻസ് പഠിക്കുന്ന ടൈമിൽ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഇപ്പൊ ഞാൻ ടെൻസ് ഒന്നും അറിയാതെ ഇത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്ക് അറിയില്ല. സോ ഞാൻ ആ ടൈപ്പില് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ സിൻസ് ഫോർ ഒഴികെ ബാക്കി എല്ലാ പ്രിപ്പോസിഷനും ഓക്കെ ആണോ? ഇപ്പോഴത്തെ ഒരു എക്സാമ്പിൾ തന്നില്ല, ഷീസ് വാച്ചിങ് വീഡിയോസ് ഓൺ ഡാഷ് യൂട്യൂബ് എന്ന്. അപ്പൊ നേരത്തെ മീഡിയാസിൽ, അതായത് ബൈ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ അതിനകത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. ഐ സ്പോക്ക് ബൈ ഫോൺ, ഇമെയിൽ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റൂല. അതായത് ഇപ്പോ ബൈ അവിടെ യൂസ് ചെയ്യാൻ കാരണം നിങ്ങൾ എന്ത് ത്രൂ ആണ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. അപ്പൊ എന്ത് ത്രൂ ആണ് സംസാരിക്കുന്നത്? ഫോൺ വഴിയാണ്. അപ്പോ എന്ത് ത്രൂ ആണോ, എന്ത് വഴിയാണോ സംസാരിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ ബൈ യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അല്ലാതെ അവള് ഫുൾ ടൈം അവള് ഫോണിൽ തന്നെ അവളുടെ സമയം ചെലവഴിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും ബൈ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഓൺ ആണ്. ഓക്കെ, ഞാൻ എന്റെ ഫ്രണ്ട് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm speaking to my friends dash email. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം. ഇമെയിൽ വഴി സംസാരിക്കുകയാണെങ്കിൽ ബൈ ഇമെയിൽ പറയാനോ, അല്ലെ? ബൈ വാട്സ്ആപ്പ് എന്ന് പറയാം. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സെന്റൻസിന്റെ മീനിങ് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? സെന്റൻസിന്റെ മീനിങ് അറിഞ്ഞാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. ടെൻസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. ഇത് നിങ്ങൾക്ക് സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ആണോ? ടെൻസ് അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു സെന്റൻസ് തന്നാൽ അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ എന്താണ് കൺഫ്യൂഷൻ? ഇങ്ങനെ യൂസ് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ വരാൻ കാരണം? എന്തൊക്കെയല്ല സെയിം. അതായത് എല്ലാ മീഡിയാസിന്റെ കൂടെയും നമുക്ക് ഓൺ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ സം കേസസിൽ ആ സെന്റൻസിന്റെ മീനിങ് അനുസരിച്ചിട്ട് മാത്രം നമുക്ക് പ്രപ്പോസിഷൻ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മീനിങ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം. ക്ലിയർ? ഓക്കെ, അപ്പോ ഇനി പ്രപ്പോസിഷൻ ആവശ്യമില്ലല്ലോ, മതിയില്ലേ? ഇതോടെ അവസാനിപ്പിക്കാലോ. പ്രപ്പോസിഷൻ പോർഷൻ കംപ്ലീറ്റ് ആക്കാം. ഇനി കണ്ടിന്യൂ ചെയ്യണോ? എന്താണ് ഒപ്പീനിയൻ പറയുമ്പോ ഒന്നൊന്നും മിണ്ടാത്തേ? സംസാരിക്കൂ. ഇനി നമ്മൾ പോകുന്നത് ടെൻസിലേക്കാണ്. ഓക്കെ, കണ്ണെല്ലാം പഠിച്ചു. നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ്, പ്രപ്പോസിഷൻ, അത്യാവശ്യം ടെൻസിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടെൻസ് ആണ്. ടെൻസിലെ ഓക്സിലറീസ്, മൊഡാല്, പിന്നെ ഒരു സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ ടെൻസ് ഏതൊക്കെ സമയത്ത് യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എല്ലാം പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ ഇതുവരെയും പഠിച്ചതെല്ലാം ക്ലിയർ ആണോ?
ഈ ഫ്രം ജസ്റ്റ് ഒന്ന് പറയോ, അതായത് എന്തിൽ നിന്ന് അങ്ങനെ ഒരു ഇത് മാത്രമേ മീനിങ് മാത്രമേ ഉള്ളോ? അന്ന് ഞാനില്ലായിരുന്നു. മനസ്സിലായി? ഏതാണ്? ഫ്രം ഫ്രം ആണോ? അത് എഴുതിയിട്ടില്ലായിരുന്നു. ഫ്രം എഴുതിയിട്ടില്ല, ശരിയാണ് കേട്ടോ. അതായത് എവിടെ നിന്നാണ് വരുന്നത്, എവിടെ നിന്ന്, മനസ്സിലായോ? എന്തിൽ നിന്നാണെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണെന്നോ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഫ്രം നോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, this letter come dash her friend. ഈ ലെറ്റർ വന്നത് അവളുടെ ഫ്രണ്ടിൽ നിന്നാണ് അല്ലെ. The letter is comes from her friend. മനസ്സിലായോ? മീനിങ് എവിടെ നിന്ന്, ആ ഒരു മീനിങ്ങിലാണ് ഫ്രം യൂസ് ചെയ്യുക കേട്ടോ. അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ, ബിഹൈൻഡ് മീനിങ് എന്താ? ബിഹൈൻഡ് പുറകിലല്ലേ, ബാക്കില്, പുറകില്. I saw him behind the tree. ഞാൻ അവനെ മരത്തിനും ബാക്കില് കണ്ടു, ബാക്കിൽ നിൽക്കുന്നത് കണ്ടു. I saw him behind the tree എന്ന് പറയും. ബിഹൈൻഡ് പുറകിലാണ് കേട്ടോ. And then ഒരുപാട് പ്രിപ്പോസിഷൻ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് വരുമ്പോ ഒന്ന് സെർച്ച് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. നമ്മളെ ഇംഗ്ലീഷ് ഈ ക്ലാസ് കൊണ്ടും എല്ലാം പഠിക്കും എന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാനൊന്നും പറ്റുന്നില്ല കേട്ടോ. നമ്മൾക്ക് എന്തായാലും ടൈമിങ് 6 മന്തേ ഉള്ളൂ അല്ലെ. 6 മന്ത് വരെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുള്ളൂ. ആ ഒരു ടൈമിൽ എനിക്ക് പറയാൻ പറ്റുന്നത് അത്യാവശ്യം കുറെ കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പക്ഷെ എല്ലാം പഠിപ്പിക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് മാക്സിമം ഇപ്പൊ പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുറെ ഒന്ന് സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക. കാരണം ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും പുറത്താണെങ്കിലും എവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ. ലാംഗ്വേജ് സ്കില്ല് നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ക്ലാസ്സിൽ പൊട്ടക്കച്ചാണെങ്കിൽ പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കൂ. കാരണം ആ ഒരു ധൈര്യം നമുക്ക് വരണം. നിങ്ങൾ വിചാരിക്കും ഞാൻ ആ സമയത്ത് സംസാരിക്കും, എനിക്ക് സംസാരിക്കാൻ പറ്റും എന്ന് വിചാരിക്കും. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്കത് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം നമ്മൾ ആകെ നെർവസ് ആയിപ്പോകും. നമ്മൾ യൂസ് ചെയ്യാത്തൊരു ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുന്നുണ്ടാവും, കറക്റ്റ് സെന്റൻസ് പറയുന്നുണ്ടാവും, പക്ഷെ പറയാൻ പറ്റില്ല. ആ ടൈമിൽ നിങ്ങൾക്ക് അത് വരില്ല. കാരണം നിങ്ങൾ അത്രയും ടെൻസ്ഡ് ആയിരിക്കും, നെർവസ് ആയിരിക്കും. സോ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും, നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ആ രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ വായിക്കുമ്പോ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും അല്ലെ, നമ്മള് സംസാരിക്കുന്നതാണെങ്കിലും വായിക്കുന്നതാണെങ്കിലും ചുമ്മാ വായിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അതായത് വെറുതെ ഒരു ചുമ്മാ ഇംഗ്ലീഷ് വായിക്കുന്ന പോലെ ഇങ്ങനെ വായിച്ചാൽ അത്ര കേൾക്കുമ്പോ അത്ര രസമായിട്ട് നമുക്ക് തോന്നില്ല അല്ലെ. ഇപ്പൊ വെസ്റ്റേൺ സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷ്, അവരെ പോലെ തന്നെ പക്ക അതേപോലെ സംസാരിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മള് ശ്രമിച്ചാൽ നമുക്ക് എന്തായാലും എല്ലാം നടക്കും കേട്ടോ. അപ്പൊ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എത്രത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ മാക്സിമം എല്ലാത്തിനും പ്രൊണൗൺസിയേഷൻ പഠിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കി. ഞാൻ 2 വേർഡ് ടെക്സ്റ്റ് ചെയ്യും. ഈ 2 വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ ഇപ്പോൾ പറഞ്ഞിരുന്നു. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് പറഞ്ഞേ എന്തായിരിക്കും വേർഡ്? പറയൂ. ഓക്കെ, ഇനി വേറെ എന്തും പറയുന്നുണ്ടോ? എല്ലാരും പറയൂ. പ്രൊണൗൺസിയേഷൻ എന്താണ്? നിങ്ങൾക്ക് അറിയാം, ഫെമിലിയർ ആയ വേർഡാണ് 2. പറയൂ. വേറെ ആരും പറയുന്നില്ല. Okay, it's not lychee. അത് ലിച്ചി അല്ല കേട്ടോ, it's lychee. Okay, lychee ആണ്, not lychee. പിന്നെ ഡെനി അല്ല, it's a deny. It's deny. Okay, lychee and deny. ഇനി ഈ വേർഡ് എന്താണ്? Father.
Father. ഫാദർ അല്ല, നമ്മൾ അങ്ങനെ വിളിച്ചു ഫാദർ. കറക്റ്റ് അങ്ങനെ അല്ല കേട്ടോ. ഇറ്റ്സ് എ ഫാദർ. ഓക്കെ, ഫാദർ എന്നാ പറയാം. പ്രൊണൗൺസിയേഷനും ഫോണിറ്റിക്സും പ്രൊണൗൺസ് ചെയ്തൊക്കെയാണ് നമ്മൾ ഓരോ വേർഡ് കറക്റ്റ്ലി പ്രൊണൗൺസ് ചെയ്യുന്നത്. സോ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് പ്രൊണൗൺസിയേഷൻ ആണ്. ഒരു ഇംഗ്ലീഷ് അറിയാത്ത ഒരാള് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇംഗ്ലീഷ് അറിയാം എന്ന് വിചാരിക്കും. കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓരോ വേർഡും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, എങ്ങനെയാ വായിക്കുക? read, Read. Red. 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 റീഡ് ആണ്, പക്ഷെ റാ എന്ന് പറയരുത് കേട്ടോ. ഒരിക്കലും റാ പറയരുത്. റായും റായും കൂടെ മിക്സ് ചെയ്ത് പഠിക്കുക. റീഡ്. ഓക്കെ, ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ്, ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ പ്രൊണൗൺസിയേഷൻ ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഓക്കെ, സോ നമുക്ക് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഫോണിറ്റിക്സ് എടുക്കാൻ. ഓക്കെ, നിങ്ങൾ എന്നോട് ഫോറം ചെയ്യണം കേട്ടോ. ഞാൻ മറക്കും, അത് ഷുവറാണ് മറക്കും. കാരണം എല്ലാ ക്ലാസ്സിലും എല്ലാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്സിൽ ഫോണിറ്റിക്സ് ഒന്നും എടുക്കാറില്ല, പക്ഷെ മോണ്ടിസോറി എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ ക്ലാസ്സിൽ ടൈംസ് എടുക്കും. അതിനുശേഷം കുറച്ച് നമ്മൾ ഡെയിലി സെന്റൻസ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ, അതെല്ലാം നോട്ട്സ് എല്ലാം തരും കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഫോണിറ്റിക്സ് എടുക്കാം. ഫോണിറ്റിക്സ് പഠിക്കുന്നത് അത്രയും നല്ലതാണ്. കാരണം ഓരോ പ്രൊണൗൺസിയേഷനും പഠിക്കുന്നത് ഫോണിറ്റിക്സിലൂടെയാണ്. കാരണം നമ്മള് ABCD എന്നാണ് പറയാറ്. ABCDEFG അല്ലെ, എങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ മക്കൾ എന്തെങ്കിലും മക്കള് പഠിക്കുന്നുണ്ടാകും ഇപ്പൊ LKG, UKG പഠിക്കുന്നത്. അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുക. കാരണം മക്കള് പഠിക്കുന്നുണ്ട്, അവരെ മുന്നിൽ നമ്മൾ നാണം കിടാൻ പാടില്ല. ഓക്കെ, അത് കുറച്ചെങ്കിലും അറിയണം. ഇറ്റ്സ് നോട്ട് എ സൗണ്ട് ആണ്. എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കും. അതെല്ലാം ഫോണിറ്റിക്സ് ആണ്. അപ്പൊ കുറച്ചെങ്കിലും ഫോണിറ്റിക്സ് അറിഞ്ഞിരിക്കാം. സോ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അല്ല, ഞാൻ മാക്സിമം ഫോണിറ്റിക്സ് എടുക്കാൻ നോക്കാം കേട്ടോ. സോ ക്ലാസ്സിൽ കോപ്പറേറ്റ് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പഠിക്കുക, ഫോളോ ചെയ്യുക. നിങ്ങളും സ്വയം കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, നമുക്ക് നമ്മളിൽ തന്നെ വാശി വേണം. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, എനിക്ക് പഠിക്കാൻ പറ്റും, ഞാൻ വിചാരിച്ചാൽ പറ്റുമെന്ന് നമുക്കൊരു വാശി വേണം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സും ഒക്കെ ആവുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും, അത് ഷുവർ ആണ്. മാക്സിമം ലൈവ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഇംഗ്ലീഷ് ആരും എനിക്ക് അറിയാലോ എന്ന് വിചാരിച്ചിരിക്കണ്ട. കാരണം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷേ അല്ല, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാം അറിഞ്ഞു വെക്കുക, മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. സോ ക്ലാസ്സിന് എല്ലാവരും കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലെ മുതൽ നമ്മൾ ടെൻസ് ആയിക്കൊണ്ടെടുക്കാം. ഓക്കെ, ടെൻസ് ആണ്. സോ ടെൻസിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. ഗ്രാമർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടെൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കൺഫ്യൂസിങ്ങും ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതെ റെക്കോർഡ് ക്ലാസ് കേട്ടോ, എനിക്ക് അറിയില്ല എത്രത്തോളം അത് ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയില്ല. മാക്സിമം ജോയിൻ ചെയ്യുക, ഒരിക്കലും ആബ്സെന്റ് ആകാതിരിക്കുക. ഓക്കെ, സോ അത്രയൊക്കെയാണുള്ളത്. ക്ലാസ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതുവരെ എടുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ, വായിച്ചൊക്കെ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവണം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നോർമൽ ബിഗിനേഴ്സിന്റെ എല്ലാ ക്ലാസ്സും കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ടെൻസ് ആണ് അല്ലെ. എല്ലാവർക്കും ആവശ്യമുള്ളതും അറിയാൻ താല്പര്യമുള്ളൊരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ടോപ്പിക് ആണ്. സോ എല്ലാവരും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. Okay, thank you all. See you on next class. Okay, bye. Thank you, Miss.